ജമ്മു കാശ്മീരിലെ കനത്ത മഴയിലും പ്രളയത്തിലും 10 മരണം. വൈഷ്ണോദേവി ക്ഷേത്രത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 6 പേരും ദോഡയിൽ 4 പേരും മരിച്ചു. 14 പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അത്ഖ്വാരിയിലെ ഇന്ദ്രപ്രസ്ഥ ഭോജനാലയത്തിന് സമീപമായിരുന്നു മണ്ണിടിച്ചിൽ. സംഭവത്തെ തുടർന്ന് ഖത്രയിൽ നിന്നുള്ള എല്ലാ ട്രെയിനുകളും റദ്ദാക്കി. കശ്മീരിൽ തുടരുന്ന കനത്ത മഴയിൽ നദികളിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജമ്മു കാശ്മീർ ദേശീയപാത അടച്ചു. ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജമ്മു മേഖലയിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കനത്ത മഴ തുടരുകയാണ്. പലയിടങ്ങളിലും മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലും ഉണ്ടായി. ധോഡ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രളയത്തിലും മണ്ണിടിച്ചിലും 4 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കൂടാതെ ഖട്രയിൽ വൈഷ്ണോദേവി തീർത്ഥാടന പാതയിൽ ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിലിൽ 6 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വൈഷ്ണോദേവിയിലേക്ക് തീർത്ഥാടകർക്ക് എത്തരുത് എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഈ തീർത്ഥാടന പാത പൂർവ്വസ്ഥിതിയിലാക്കുന്നതുവരെ അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകൾ പരിശോധിച്ചുകൊണ്ട് തീർത്ഥാടന യാത്ര താൽക്കാലികമായി നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഒപ്പം ഉയർന്ന മേഖലകളിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം കൂടി അധികൃതർ നൽകിയിട്ടുണ്ട്. നേരത്തെ കിഷ്ത്വാറിലും കത്വയിലും ഉണ്ടായിട്ടുള്ള അപകടങ്ങളിലായി 70-ലധികം മരണങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും മഴ തുടരുകയാണ്. വരും മണിക്കൂറുകളിലും കനത്ത മഴ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ യൂണിറ്റുകൾ ജമ്മു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. സൈന്യത്തിൻ്റെ കൂടി മേൽനോട്ടത്തിലാണ് ഈ പ്രദേശങ്ങളിൽ, അതായത് ധോഡയിലും വൈഷ്ണോദേവി തീർത്ഥാടന പാതയിലുമെല്ലാം രക്ഷാദൗത്യവും ഒപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അടുത്ത മണിക്കൂറുകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജമ്മുവിന് പുറമെ ഹിമാചൽ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ ഉയർന്ന മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം കനത്ത മഴ ഒപ്പം മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഉയർന്ന മേഖലകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കാനും മുന്നറിയിപ്പുകൾ പരിശോധിച്ചുകൊണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും അധികൃതരുടെയും മുന്നറിയിപ്പുകൾ പരിശോധിച്ചുകൊണ്ട് സുരക്ഷിതമായ സ്ഥാനത്ത് തുടരാനും ഉയർന്ന മേഖലകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കാനുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്.